ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ മലയോര ഹൈവേയിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ദേശീയപാത 66 എത്തിയിട്ടുണ്ട്. അതും തൃശ്ശൂർ ജില്ലാ റീച്ചില് രണ്ട് റീച്ചുകളാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. ഒന്ന് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരും, മറ്റൊന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരും. ശിവാലയ കൺസ്ട്രക്ഷൻ ആണ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. 7 ബൈപ്പാസുകളാണ് പൂർണ്ണമായിട്ട് തൃശ്ശൂർ ജില്ലാ റീച്ചിലുള്ളത്. 6 പുതിയതുമാണ്. പഴയതൊന്ന് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് 4 വരിപ്പാത 6 വരിപ്പാതയാക്കി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ബൈപ്പാസുകളാണ് ആദ്യ റീച്ചിലുള്ളത്. ചാവക്കാട് ബൈപ്പാസും വടനപ്പള്ളി ബൈപ്പാസും. ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കാരണം എവിടേക്കാണ് എക്സിറ്റും എൻട്രിയും വരുന്നത് നമ്മൾ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ട് കാണാൻ പോവുകയാണ്. അതുകൂടാതെ ചേറ്റുക പുതിയതായിട്ട് നിർമ്മിക്കുന്ന 3 വരിപ്പാലം മറുകര തൊട്ടു. കാപ്പരിക്കാട് മുതൽ ചാവക്കാട് മണത്തല വരെ പൂർണ്ണമായിട്ട് 6 വരിപ്പാത രീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പുതിയ വീഡിയോ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് മണത്തലയിലാണ്. ചാവക്കാട് 6 വരിപ്പാതയുടെ പണികൾ പുരോഗമിക്കുന്ന സമയത്ത് പലരും ചോദിച്ച ഒരു കാര്യമാണ്, എങ്ങനെയാണ് ചാവക്കാട് വഴി നമ്മൾ ഗുരുവായൂർ ഭാഗത്തേക്ക് പോകാം, എവിടെയാണ് എക്സിറ്റ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പൊ നേരെ നിങ്ങൾ കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് നേരെ വിട്ടോളൂ. 6 വരിപ്പാതയിൽ കൂടെ എവിടെ നിർത്തേണ്ട ആവശ്യമില്ല. നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്ന് കയറുന്നത് കാപ്പരിക്കാട് കഴിഞ്ഞിട്ട് പിന്നീട് നേരെ മണത്തല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ബോർഡുകളൊക്കെ ഉണ്ടാവും. ഈ മണത്തല അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ടാണ് എക്സിറ്റ് കൊടുത്തിരിക്കുന്നത്. കണ്ട, ഈ ഭാഗത്തായിട്ട് എക്സിറ്റ് വരും കേട്ടോ. അപ്പൊ അതിൽ കൂടെ നിങ്ങൾക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സർവീസ് റോഡുകൾ കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ പിന്നീട് നേരെ ചാവക്കാട് ടൗണിൽ നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്ന. അതേമാതിരി തന്നെ ഗുരുവായൂർ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ നേരെ ചാവക്കാട് ടൗൺ വന്നിട്ട് നേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അണ്ടർപാസിന്റെ അടിഭാഗത്തൂടെ കറങ്ങി കഴിഞ്ഞാൽ മണത്തല ജുമാ മസ്ജിദ് ഉണ്ട് ഇടത് ഭാഗത്ത്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ 6 വരിപ്പാതയിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഭാഗത്തും. ഒരു ഭാഗത്ത് എക്സിറ്റ് ആണെങ്കിൽ ഒരു ഭാഗത്ത് എൻട്രി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് വരേണ്ടത്. വഴി തെറ്റാനൊന്നുമില്ല, കാരണം ഇവിടെയൊക്കെ സൈൻ ബോർഡുകൾ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ കാപ്പരിക്കാട് മുതൽ മണത്തല അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് വരെ മാത്രമേ 6 വരിപ്പാതയുടെ പണികൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീട് അങ്ങോട്ട് ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുകയാണ്. പിന്നെ ദേശീയപാതയിൽ കൂടെ ഉള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നമ്മളെ റെസ്റ്റോറന്റ് അതുപോലെ തന്നെ പള്ളികളൊക്കെ കേട്ടോ. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പുതിയ സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ഓരോ സൈൻ ബോർഡുകളായിട്ട് അവിടെ സ്കാനർ കോഡ് ഉണ്ടാവും. ആ സ്കാനർ കോഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റല്, പോലീസ് സ്റ്റേഷന്, അതുപോലെ തന്നെ റെസ്റ്റോറന്റുകളൊക്കെ കാണാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എപ്പോൾ വരും നമുക്ക് അറിയില്ല കേട്ടോ. അങ്ങനത്തെ ഓരോ പ്രപ്പോസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് മണത്തല അണ്ടർപാസ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ചാവക്കാട് ടൗണും ആ വഴിയാണ് പിന്നെ നമ്മൾ നേരെ ഗുരുവായൂർ ഭാഗത്തേക്കും പോകുന്നത്. എന്തായാലും വളരെയധികം വേഗതയിലാണ് ഇപ്പോൾ നിലവിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈപ്പാസുകളുടെ ചാവക്കാട് ബൈപ്പാസിന്റെ അപ്രോച്ച് റോഡിന്റെ 2 ഭാഗത്തും RE പാനലിന്റെ വർക്കുകളൊക്കെ നടക്കുന്നത്. മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ 2 ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട്. ഇതിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെ അപ്പുറത്തായിട്ട് നമ്മുടെ ബ്ലാങ്ങാത്ത് റോഡ് കടന്നു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികൾ നടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം മാത്രമേ സർവീസ് റോഡ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ സ്റ്റീൽ കോമ്പോസിറ്റ് ഗാർഡർ വരുന്നത്. അവിടെ ഒരു കനാൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് സ്റ്റീൽ കോമ്പോസിറ്റ് ഗാർഡറിന്റെ പണി നടക്കുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പുതിയ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് അതിന്റെ പഴയ വീഡിയോസ് ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ചാവക്കാട് ബൈപ്പാസ് തന്നെ ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിലുണ്ടാവും 2022 മുതലുള്ള ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ ഓരോ വീഡിയോസ് കേട്ടോ. ഇപ്പോൾ കാണുന്ന പല ആളുകളും പുതിയ വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ, പുതിയ അപ്ഡേഷൻ മാത്രം. പക്ഷെ അതിന് മുൻപ് എങ്ങനെയായിരുന്നു ഈ പ്രദേശം ഉണ്ടായിരുന്നെന്ന് കാണുന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ മതി കേട്ടോ. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2022 ഓരോ മാറ്റങ്ങൾ. 2022 ചാവക്കാട് ബൈപ്പാസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ നോക്കി നിങ്ങൾ എത്രത്തോളം മാറ്റം വന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ വരെയാണ് സർവീസ് റോഡിന്റെ വർക്കുകൾ. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇല്ല കേട്ടോ. അപ്പൊ ഇതാണ് സ്റ്റീൽ കോമ്പോസിറ്റ് ഗാർഡർ. ഇത് വേറെ ടൈപ്പാണ്. നമ്മൾ കുറ്റിപ്പുറം കണ്ടിരിക്കുന്ന ആർച്ച് ടൈപ്പ് ആണെങ്കിലും ഇത് ബോക്സ് ടൈപ്പ് ആണ്. ഇതെങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറ്റിപ്പുറത്ത് കണ്ട മാതിരി ഹൈഡ്രോളിക് ജാക്കി കൊണ്ട് പുഷ് ചെയ്തിട്ടല്ല ഇതിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഭാഗത്ത് വെച്ചിട്ട് തന്നെയാണ് ഇവര് ഇത് ഓരോന്ന് നെട്ടും ബോൾട്ടിട്ടും മുറുക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ടാണ് അതിന്റെ ഉള്ളില് സ്റ്റീൽ ബൈൻഡിങ് ചെയ്ത് ഡെക്ക് ഷീറ്റ് ഒക്കെ അടിച്ചിട്ട് പിന്നീട് കോൺക്രീറ്റിംഗ് ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ 2 ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ. പലർക്കും ഈ പാലം കാണുമ്പോൾ ഒരു സംശയം വന്നിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു സ്റ്റീൽ കോമ്പോസിറ്റ് ഗാർഡർ പാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത്. സാധാരണ എല്ലാ സ്ഥലത്തും പീർ ക്യാപ്പിന്റെ മുകളിൽ നമ്മൾ PSC ഗാർഡർ, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഗാർഡറെ കണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 പീറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലായതുകൊണ്ട് മാത്രമാണ്. ഏകദേശം ഒരു PSC ഗാർഡർ വരുന്നത് 42 മീറ്റർ അല്ലെങ്കിൽ 43 മീറ്റർ മാത്രമേ ഒരു PSC ഗാർഡർ ഉള്ളൂ. അതിൽ കൂടുതൽ ലെങ്ത് വരുന്ന എല്ലാ പാലങ്ങളും ഇതുപോലെയുള്ള സ്റ്റീൽ ഗാർഡർ അല്ലെങ്കിൽ സ്റ്റീൽ കോമ്പോസിറ്റ് ഗാർഡർ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ഇപ്പൊ നമ്മളെ കുറ്റിപ്പുറം ROB അതും ഇതേമാതിരി സ്റ്റീൽ കോമ്പോസിറ്റ് ഗാർഡർ ആണ്. പക്ഷെ അത് ആർച്ച് ടൈപ്പ് ആണെന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ തൊണ്ടയാട് ഫ്ലൈ ഓവർ, രാമനാട്ടുകര ഫ്ലൈ ഓവർ, ഈ ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്തുകൾ കടന്നു പോകുന്ന റോഡ് വീതി കൂടുതലാണ്. അവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റീൽ ഗാർഡർ ഉപയോഗിച്ചിട്ടാണ്
ഫ്ലൈ ഓവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചാവക്കാട് ബൈപ്പാസ് വന്ന് അവസാനിക്കുന്നത് വില്യം സ്റ്റോപ്പിനാണ്. അവിടെ അണ്ടർപാസിന്റെ അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് കേട്ടോ. ഇവിടുന്ന് ഒരു എക്സിറ്റും അതുപോലെ തന്നെ വലതു ഭാഗത്ത് ഒരു എൻട്രി ഉണ്ടാവും മിക്കവാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമനൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് 6 വരിപ്പാതയിൽ കയറണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വന്നിട്ട് മാത്രമേ കയറാൻ സാധിക്കുകയുള്ളൂ. ഇനി അഥവാ ഇവിടെ എക്സിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ദൂരം സഞ്ചരിച്ചിട്ട് 3-ാം കല്ല് എത്രയും മുൻപായിട്ടാണ് പിന്നെ ഒരു എക്സിറ്റ് ഉള്ളത്. ഇതിങ്ങനെ വിശദമായിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആളുകൾ ചോദിച്ചാണ് ഞങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്ത് നിന്നൊക്കെ വരികയാണെങ്കിൽ ചാവക്കാട് എത്തുമ്പോൾ എവിടെ നിന്നാണ് എക്സിറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് വില്യം സ്റ്റോപ്പ് വന്ന അണ്ടർപാസ് ആയിട്ട്. ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് എക്സിറ്റ് അല്ല ഉള്ളത്, എൻട്രി ഉള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എറണാകുളം ഭാഗത്തേക്ക് പോകാനും അതുപോലെ തന്നെ ചാവക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എറണാകുളം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു എൻട്രിയാണ് 6 വരിപ്പാതയിൽ കൊടുത്തിരിക്കുന്നത്. എന്നാലും വില്യം സ്റ്റോപ്പിന്റെ അവിടുത്തെ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ നല്ല വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഭാഗത്തും ആറി പാനലിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇടത് ഭാഗത്തായിട്ടാണ് എൻട്രി ഉള്ളത്. അതുപോലെ തന്നെ എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഗുരുവായൂർ ഭാഗത്തേക്കും അതുപോലെ തന്നെ ചാവക്കാട് ഭാഗത്തേക്കും പോകണമെന്നുണ്ടെങ്കിൽ ഒരുമനയൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എക്സിറ്റ് എടുക്കാൻ. ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല വേഗതയിൽ തന്നെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈൻ ബോർഡുകളൊക്കെ സ്ഥാപിച്ചു തുടങ്ങി. ഇതേമാതിരി തന്നെയാണ് വാടാൽപ്പള്ളി ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരുമനയൂർ അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ എക്സിറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെയൊക്കെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ചാവക്കാട് ഭാഗത്തേക്ക് 3 കിലോമീറ്ററും ഗുരുവായൂർ ഭാഗത്തേക്ക് 5 കിലോമീറ്ററും കോഴിക്കോട് 112 കിലോമീറ്റർ നേരെ പോകട്ടോ. നേരെ പോയി കഴിഞ്ഞാൽ പിന്നീട് മണത്തല കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നീട് നിങ്ങൾക്ക് എക്സിറ്റ് കിട്ടുക. ഗുരുവായൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സൈൻ ബോർഡുകളുണ്ട്. വ്യക്തമായിട്ട് നിങ്ങൾ നോക്കി എൻട്രിയും എക്സിറ്റും എടുത്ത് യാത്ര ചെയ്യുക. എന്തായാലും ഒരുമനയൂർ ഭാഗത്തുള്ള ആളുകൾ വലിയൊരു ആശ്വാസമായിരിക്കണം. കാരണം ഇത്രയും കാലം പൊടി ശ്വസിച്ചതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. സംഭവം വളരെയധികം ബുദ്ധിമുട്ടാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ പണി നടക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ചെളിയും അതുപോലെ തന്നെ നല്ല വേനൽക്കാലമായി കഴിഞ്ഞാൽ നല്ല പൊടിശല്യം വരുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ചെറുതായിട്ടൊരു ആശ്വാസമുണ്ട്. കാരണം പണികളൊക്കെ നല്ല വേഗതയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രോച്ച് റോഡിന്റെ മണ്ണിട്ടുയർത്തിയ പ്രദേശങ്ങളിൽ ഫ്രിക്ഷൻ സ്ലാബുകളുടെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പല സ്ഥലത്തും നമ്മൾ കാണുന്നത് ചെമ്മണ്ണാട്ടോ. കുറച്ച് സ്ഥലത്ത് മാത്രമേ ഡ്രഡ്ജ് ചെയ്ത മണ്ണ് കൊണ്ട് തട്ടിയിട്ടുള്ളൂ. പിന്നീട് ഇവിടുന്ന് വെച്ചാൽ ഒരുമനയൂർ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് 6 വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇനി സർവീസ് റോഡിൽ മാത്രമേ ലൈൻ മാർക്കിംഗ് നടക്കാനുള്ളൂ. അപ്പൊ ഇനിയാണ് 3-ാം കല്ല് അണ്ടർപാസ്. ഈ 3-ാം കല്ല് അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ടാണ് എക്സിറ്റ് ഉള്ളത്. അപ്പോൾ കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ചാവക്കാട് വഴി ഗുരുവായൂർക്ക് പോകണമെന്നുണ്ടെങ്കിൽ മണത്തല അണ്ടർപാസ് എത്തുന്നതിന് മുൻപ് എക്സിറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ പിന്നീട് ചാവക്കാട് ബൈപ്പാസിൽ ഒരു എക്സിറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് 3-ാം കല്ല് അണ്ടർപാസ് എത്തുന്നതിന് മുൻപ് മാത്രമേ എക്സിറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. യെല്ലോ സ്ട്രിപ്പ് ലൈനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എക്സിറ്റ് വരുന്നത്. ഇതിന്റെ വലതു ഭാഗത്തായിട്ട് പഴയ സർവീസ് റോഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒന്നും എൻട്രി ഇല്ല. പക്ഷെ ഇവിടെ ഒരു ട്രക്ക് ലേബ് വരാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെയാണ് ഈ ഭാഗത്തുള്ള സ്ട്രക്ചർ കിടക്കുന്നത്. ഇനി ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-ാം കല്ല് ഭാഗത്തുള്ള ആളുകൾക്ക് നേരെ കുറ്റിപ്പുറം ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 6 വരി പാതയിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എൻട്രി ഇല്ല. പക്ഷെ ചാവക്കാട് ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ നമ്മളെ വില്യം സ്റ്റോപ്പിന്റെ അടുത്ത് അണ്ടർപാസ് മുഖാന്തരം ചാവക്കാട് ടൗണിലേക്ക് പോകാം. അല്ലാത്ത പക്ഷം നേരെ ചാവക്കാട് ബൈപ്പാസിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് 6 വരി പാതയിൽ കയറാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വലതുഭാഗത്ത് പഴയ റോഡ് തന്നെയാണ് സർവീസ് റോഡായിട്ട് വന്നിരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏകദേശം ഈ 6 വരി പാതയുടെ പണികൾ തുടങ്ങുന്നതിന് മുൻപ് നമ്മളെ വില്യം സ്റ്റോപ്പ് മുതൽ ചേറ്റുവ പാലം വരെയുള്ള യാത്ര എങ്ങനെയായിരുന്നുള്ളത്? 2 വണ്ടികൾ കഷ്ടിച്ച് പോകാൻ മാത്രം വീതി ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് ഇപ്പോൾ 6 വരി പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയാണ് 3-ാം കല്ല് അണ്ടർപാസ്. 3-ാം കല്ല് അണ്ടർപാസിനനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഭാഗത്തും ആറി പാനലിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആറി പാനലൊക്കെ ജിയോ സ്ട്രാപ്പ് വഴി ബന്ധിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെയാണ് മണ്ണിട്ട് ഉയർത്തുന്നത്. അതുപോലെ തന്നെ 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈനേജിന്റെ വർക്കും കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി അവിടെ ലൈൻ മാർക്കിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊക്കെ ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ഏകദേശം അവസാന ഘട്ട ലാപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നീട് ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കായിരിക്കും നടക്കട്ടോ. അതുപോലെ തന്നെ ആറി പാനലൊക്കെ ജിയോ സ്ട്രാപ്പ് വഴി കണക്ട് ചെയ്തിട്ട് ഓരോ ലെയറും മണ്ണിട്ട് പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അധിക സ്ഥലത്തും ചെമ്മണ്ണാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഒക്കെ ദേശീയപാത 66 വീഡിയോസ് തൃശ്ശൂർ ഭാഗത്ത് എടുക്കാൻ വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ഈ ഭാഗമായിരുന്നു. കാരണം 2 ഭാഗത്തും മരങ്ങളായിരുന്നു, നല്ല തണുപ്പായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ, വഴിയോര കച്ചവടങ്ങൾ. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ 3-ാം കല്ല് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ മറുഭാഗത്ത് ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് ചേറ്റുവ പാലം കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ അതിന്റെ വർക്കൊന്നും നടന്നിട്ടില്ല. എന്തായാലും ഈ ഭാഗത്ത് ഒരു എക്സിറ്റും എൻട്രിയും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും.
കാരണം ഒരുമനയൂര് അതുപോലെ തന്നെ മൂന്നാംകല്ല് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആറുവരിപ്പാതയിൽ കയറാൻ വേണ്ടിയിട്ട് ചേറ്റുവ പാലം എത്തുന്നതിന് മുൻപായിട്ടായിരിക്കും മിക്കവാറും എൻട്രി ഉണ്ടാവുക. ഇനിയാണ് ചേറ്റുവ പാലം. അങ്ങനെ ചേറ്റുവ പാലം മറുകര തൊട്ടിരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്ത് പുതിയ പാലം നിർമ്മിച്ചിരിക്കുകയാണ്. പുതിയ പാലം 3 വരിയുമാണ്, അതുപോലെ തന്നെ പഴയ പാലം 2 വരിയുമാണ്. ഇതേമാതിരി തന്നെയാണ് മലപ്പുറം ജില്ലയിലെ പല പാലങ്ങളുടെയും വർക്ക് നടന്നിരിക്കുന്നത്. നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്ത് 3 വരി പാലത്തിന്റെ പണികൾ പൂർത്തീകരിക്കും. പക്ഷെ കോഴിക്കോട് ജില്ലയിൽ അങ്ങനെയല്ല. നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്ത് 3 വരിയും മറുഭാഗത്ത് 1 വരി പാലത്തിന്റെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലം പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ ഗേർഡർ ഉപയോഗിച്ചിട്ടാണ്. വെച്ച് കഴിഞ്ഞാൽ പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും മാത്രമേ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും പാലം പൂർണ്ണമായിട്ട് സ്റ്റീൽ ഗേർഡറാണ്. ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നത്. ഇപ്പൊ എന്തായാലും അവസാന ഘട്ടത്തിലാണ്. ഇനി 2 ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. പുതിയതായിട്ട് നിർമ്മിച്ച പാലത്തിന്റെ ഒരു ഭാഗത്ത് നടപ്പാത ഉണ്ട്, പിന്നെ പഴയ പാലത്തിന്റെ 2 ഭാഗത്ത് നടപ്പാത ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇനി എങ്ങനെയാണ് 3 വരിപ്പാത ആക്കുക എന്നറിയില്ല പഴയ പാലം. എന്തായാലും ഈ പാലത്തിന്റെ നിർമ്മാണം വളരെ അതിവേഗമാണ് ശിവാലയ കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഞാനൊക്കെ പണ്ട് റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ വിചാരിച്ചിരുന്നു എങ്ങനെയാണ് ഇത്ര വലിയ പാലങ്ങൾ നിർമ്മിക്കുന്നത്, അതും വലിയ പുഴ അല്ലെങ്കിൽ വലിയ കായലൊക്കെ അതിന് കുറുകെ ഇത്രയും വലിയ പാലം നിർമ്മിക്കുക എങ്ങനെയായിരിക്കും എന്നുള്ളത്. ദേശീയപാത 66 നിർമ്മാണം കേരളത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയാണ് ഈ പാലങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അങ്ങനെ ഗാൻട്രി ക്രെയിൻ പരിചയപ്പെട്ടു, അതുപോലെ തന്നെ ട്രക്ക് ക്രെയിന്, ബൂം ക്രെയിന്, ക്രോളർ ക്രെയിൻ, അങ്ങനെ കുറേ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലുള്ള പാലങ്ങൾ നിർമ്മിക്കുന്നതെന്ന്. പണ്ടൊക്കെ ഈ ഗാൻട്രി ക്രെയിൻ ഉണ്ടായിരിക്കും, പക്ഷെ അന്നൊന്നും സോഷ്യൽ മീഡിയ എത്ര സജീവമായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോഴാണ് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും ഓരോ ഭാഗത്തും നടക്കുന്ന കാര്യങ്ങൾ വളരെ ലൈവായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാലും ഉടനെ തന്നെ നമ്മളെ ചേറ്റുവ പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ അവസാനിപ്പിച്ചൊരു ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കണേക്കും. എന്തായാലും വർക്കുകളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ദേശീയപാത 66 പണികൾ ഓരോ ഭാഗത്ത് പൂർത്തിയാകുമ്പോൾ പല സ്ഥലത്തും ദേശീയപാത 66 മുകളിൽ കൂട്ടിയിടിയും അതുപോലെ തന്നെ ലൈൻ ട്രാഫിക് തെറ്റിച്ചിട്ടുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായി യാത്ര ഉറപ്പുവരുത്തുക. പിന്നെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ എക്സിറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം. അവിടെ സൈൻ ബോർഡുകൾ ഉണ്ടാകും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതിയ സ്ഥലത്തേക്ക് പിന്നീട് വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ അടുത്ത് കറങ്ങി തിരിഞ്ഞ് വരേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ബൈപ്പാസിൻ്റെ അതുപോലെ തന്നെ ചേറ്റുവ പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.